അയ്യോ വെരി ഹാപ്പി. ലിറ്റിൽ സർപ്രൈസ് ആയിരുന്നു. എങ്ങനെയാണ് ടീ ആയെന്ന് എനിക്കറിയാൻ പാടില്ല. ഹേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസു സ്റ്റോക്കസ്ട്രി. എന്താ എന്ന് പറഞ്ഞേ? വാലന്റൈൻസ് ഡേ ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യും. എനിക്കല്ല അവർക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടല്ല, മമ്മിയും പാപ്പയും ബുധനാഴ്ച തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ലാസ്റ്റ് വീക്കെൻഡ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് പുറത്ത് പോവാന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് വെറ്റ് വീക്കെൻഡ് ആയിരിക്കും. വെറ്റ് വീക്കെൻഡ് ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ഭയങ്കര മഴയായിരിക്കും എന്നാണ് പറഞ്ഞത്. രാവിലെ പിടിച്ച മഴയാണ്, പക്ഷെ ഇപ്പൊ ഒന്ന് ശാന്തമായിട്ടുണ്ട്. അങ്ങനെ ശാന്തമായി ഇരിക്കുന്നു. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മമ്മി? ഹാപ്പി വാലന്റൈൻസ് ഡേ. അതന്നെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. വെരി ഹാപ്പി. അത് വിളിച്ച് ഹാപ്പിയാണ് ഞങ്ങൾ നാളെ ചേച്ചിനെയും ചേട്ടനെയും കാണാൻ പോകുന്നുണ്ട്. അത് അടുത്ത വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെ പൊന്നെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ടു സേ? നത്തിങ് ടു സേ. അൺഫോർച്ചുനേറ്റ്ലി നത്തിങ് ടു സേ. അപ്പൊ നമ്മള് എങ്ങോട്ടാ പോണ പൊന്നു? അതന്നെ, ഇവിടെ ആർക്കും അറിയാൻ പാടില്ല എങ്ങോട്ടാ പോണേന്ന്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാ പോണേ, എന്ത് കൈൻഡ് ഓഫ് വ്ലോഗാണ് അത് തന്നെ. കുഞ്ഞിന്റെ ഓഫീസും പിന്നെ വെറുതെ തെണ്ടി അടിച്ച് നടക്ക, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. ഞാൻ മമ്മിയുടെ കൺമശിയൊക്കെ മോഷ്ടിച്ച് കൺമശിയൊക്കെ ഇട്ട്. അല്ല മമ്മി, മമ്മിക്ക് ഇഷ്ടപ്പെട്ടതാണ് മമ്മി പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? താങ്ക് യു. അങ്ങനെ ഇങ്ങനെ പിടിക്കി വാ, നമുക്ക് ഇതേ മമ്മിക്ക് ക്യാമറ ഇട്ടിട്ടാ. വാ, നമുക്ക് ഇങ്ങനെ കറങ്ങാം. എന്നിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയാം. എങ്ങനത്തെ ഒരു വർഷമായി കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾക്ക് ഇതുവരെ കറങ്ങാൻ പഠിച്ചിട്ടില്ല. ഞങ്ങൾ കറങ്ങാൻ മര്യാദക്ക് എന്നിട്ട് ഇങ്ങനെ പറയാം, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് ഞങ്ങളുടെ വീടിന്റെ ഇവിടുത്തെ ഉള്ള രാവിലത്തെ വ്യൂ ആണ്. റസൂലി വന്നേ പോനാ. വാലന്റൈൻസ് ഡേ ആയിട്ട് നല്ല മഴയാണ്. മഴ ഇങ്ങനെ ഇത് പിടിച്ചോ. അത് ഫുഡാണ്. അത് ഫുഡ് സർപ്രൈസ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. എനിക്ക് തോന്നി എന്തോ വാങ്ങിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായേ? അവിടെ ഇരുന്ന് തുറന്നോ. Oh my god. പൊന്ന ബേബി. വാച്ചാണോ? പിന്നെ വാച്ച് ഇതിനൊക്കെയാണ് വാലറ്റ്. കാർഡ് ഹോൾഡറാ. Oh my god. That's so nice. Thank you. അത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാർഡ് ഇടണം. കണ്ട, ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് ഇങ്ങനെ പൊക്കുമ്പോ ഇങ്ങനെ താത്തുമ്പോ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കാർഡ്. പരീക്ഷിച്ചിട്ടില്ല, സക്സസ് ആവോ അത് പ്രഡിസസർ ആവോ ഇഷ്ടപ്പെട്ട. അത് കോയിൻ ഇടാനാണ്. ഗുഡ് കളർ റൈറ്റ്. പൊതിയാനായിട്ട് ഞാൻ രാവിലെ പോയിട്ട് ഫ്ലവർ ഒക്കെ മേടിക്കാൻ വിചാരിച്ചതാണ്. ആണോ? താങ്ക് യു. മമ്മിക്കും ഇഷ്ടപ്പെട്ടാണ്. എന്താണ്, ഞാൻ മീഡിയാണ് മേടിച്ചത്. ഇല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്ചേഞ്ച് ഉണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ ചേച്ചിനെ എന്റെ അടുത്ത് പോകാൻ പറ്റുവാണെങ്കിൽ പൊന്നെ ഇഷ്ടമുള്ള ഇട്ട് നോക്കി. ഒന്ന് ഇട്ട് കാണിച്ച് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. താങ്ക് യു. നോക്കട്ടെ, ഇട്ടിട്ട് വാ. സുക്രൂനുള്ള ഒരു ലിറ്റിൽ സർപ്രൈസ് ആയിരുന്നു. വാലന്റൈൻസ് ഡേ സർപ്രൈസ്. ഞാൻ എന്താ വിചാരിച്ചതറിയാമോ? രാവിലെ പോയി ഫ്ലവർ മേടിക്കാൻ, എന്നിട്ട് പാക്ക് ചെയ്യാം. പക്ഷെ ഞാൻ രാവിലെ കണ്ണുറന്നപ്പോഴേ ഒരാൾ ബാത്റൂമിൽ കയറിയിരിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ പോവാനാ? ഞാൻ അതാണ് നിന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ സാംസങ്ങിന്റെ ഫോൺ എടുത്ത് വെക്കണം, അലാം വെക്കാനാണ്. റിയലി ഗുഡ്. നാടെ ഇങ്ങോട്ട് തരുന്നേ. അത് കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. മമ്മി നോക്കിയോ അമ്മ എങ്ങനെയുണ്ടത്? എന്തെന്നില്ല
നിർത്തിയില്ലാത്ത ഓട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡ്രൈവർ ആസ് യൂഷ്വൽ നമ്മുടെ സ്വന്തം സാറാണ്. അപ്പോൾ രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. എണീറ്റപ്പോൾ ലേറ്റായി. പിന്നെ അവിടെ ക്ലീനിങ്ങും സംഭവങ്ങളായിരുന്നു. പുറത്ത് പോയിട്ട് കഴിക്കാന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണുള്ളൂ. എവിടേക്ക് പോയെന്ന് അറിയാൻ പാടില്ല. ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഷാരോൻ്റെ ഓഫീസൊക്കെ കാണാൻ വേണ്ടി പോകണം നമ്മൾ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊറിയൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെയും നമ്മൾ തായിൽ തന്നെ പിടിച്ച് തായ് കാണാൻ പോവാണ്. തായ് റെസ്റ്റോറൻറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ. വീണുകൊണ്ട് ഇപ്പം മൂടി പൊതിച്ചാന്ന് പറയുന്നത്. മമ്മ ഇപ്പം നമ്മളെങ്ങോട്ടാ പോണേന്ന് അറിയോ? അതന്നെ, തായ് ഫുഡ് ഓൾറെഡി കഴിച്ചതല്ലായിരുന്നു. അതന്നെ, ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് കഴിക്കാൻ പോണേ. അപ്പം അതുകൊണ്ട് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പം വിശക്കണ നമ്മൾ കഴിക്കണതാണ്. അയ്യോ, ക്ലോസ് ചെയ്തേക്കണം. എവിടെ പരിപാടി അവതരിപ്പിച്ചല്ല ഡയലോഗ് ഇടണം ഇതിന്. അതെന്താണ് മൂഞ്ചി പോയി. ക്ലോസ് ചെയ്തേ. നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാം. തായ് വിട്ട് ഞങ്ങളിപ്പോൾ എന്താ മേടിക്കാൻ വന്നതാണ്? ചൈനീസ് മേടിക്കാൻ വേണ്ടി വന്നേക്കാം. അവിടെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. ഇപ്പം നിങ്ങളിതൊക്കെ എന്ന് വീഡിയോ കാണുകൊണ്ട് എനിക്കിറങ്ങിയാൽ പറ്റില്ല. എന്തായാലും ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്കൊരു ടേബിൾ സെറ്റപ്പ് ചെയ്യാൻ പോലേക്ക് രാവിലെ പിടിച്ച കോൾഡാണ്. ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ നടക്കണത്. ഞാൻ ഇവിടുത്തെ മെനു ശരി നമുക്ക് നോക്കി പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. മമ്മിയും പപ്പയും കഴിക്കാത്ത സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കണത്. നമുക്ക് ഇതാ ഇവിടെയാണ് സെറ്റപ്പ് ചെയ്തതാണ്. നമ്മളൊരു ടീ ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൈ ഒന്ന് മാറ്റി വേണ ടീ ഒന്ന് നോക്കട്ടെ. താങ്ക് യു. ടീയാണ് മമ്മി, ഇത് ചൈനീസ് ടീ. മമ്മി ചൈനീസ് ടീ അതിനകത്ത് വയ്ക്കാം. ചൈനീസ് ടീ. എനിക്കും ഒരു ചൈനീസ് ടീ. എങ്ങനെയുണ്ട് മമ്മി? എന്തേ വെളുത്തുള്ളി ഇട്ടിട്ട് തിളപ്പിക്കും. ദാഹശമനി ഇട്ട് തിളപ്പിക്കണ പോലെ അങ്ങനെയാണ് ഇരിക്കണേ. ഞാൻ ഒന്ന് കുടിച്ചോട്ടെ. മമ്മി പറയണത് മമ്മി പറയണത് ഇത് മറ്റേ നമ്മുടെ വെള്ളത്തിൽ ദാഹശമനി ഇട്ട് കുടിക്കണ പോലെയാണ് പറഞ്ഞത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചൈനീസ് ടീ. ഇതിന് ചായ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയാണ് ടീ ആയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇച്ചിരി ചൂടുവെള്ളം തന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്തത് മാറിപ്പോയതാണ് എൻ്റെ ഒരു നിൽക്കാൻ. പൊന്നെ ഒന്ന് കുടിച്ചു നോക്കി. ഓർഡർ ചെയ്ത് മാറിപ്പോയി തോന്നുന്നു. വെറുതെ ചൂടുവെള്ളമാണ് അവർ തന്നെയാണ്. മമ്മി പറയുന്നത് ദാഹശമനി ഇട്ടെന്ന്. സൂപ്പ് വേണം. സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. അപ്പൊ നമ്മുടെ ഡിംസിം എത്തിയിട്ടില്ല. പക്ഷെ അവിടെ മണം ഉണ്ടവനാ. ഇതിങ്ങനെ ഇരിക്കണേ. അഡ്ജസ്റ്റ് ചെയ്യാം. ബൗളൊക്കെ എത്തിക്കഴിഞ്ഞ്. വേറെ ഒന്നും മണോ? സുഖമില്ലേ? എന്നിട്ടൊന്ന് സ്വീറ്റ് ആൻഡ് സോർ അല്ലേ? എന്തേ ഒരെണ്ണം പറഞ്ഞതല്ലേ? എന്തേ സുഖമില്ലേ? നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം കൂടെ കൂടിയതായിരിക്കും. സ്വീറ്റ് ആൻഡ് സോർ എന്നല്ലേ പറഞ്ഞാണ്. മധുരം നോക്കട്ടെ. ആദ്യം ഞാൻ മമ്മിക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കാം. മമ്മി ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടോ മമ്മി? എങ്ങനെയുണ്ടോ മമ്മി? അച്ചിരി കണ്ടാ അറിയാം എങ്ങനെയുണ്ടെന്ന്. ദൈവമേ, വളിച്ച കറി പോലെ ഇരിപ്പണ്. ഞാൻ കൈമാറുന്നു. ശരിയാട്ടാ. ഇത് ശരിക്കും ഒരു വളിച്ച കറിയുടെ ഒരു കറിയുണ്ട്. ചീത്തയായി പോയാൽ ഒരു ടേസ്റ്റാണ്. ഇതിനേക്കാൾ നല്ലത് മറ്റേ ചിക്കൻ, മറ്റേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഇതിനേക്കാൾ നല്ലത്. ചിക്കൻ വെളിപ്പിച്ചിട്ടിരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇനി പപ്പ ട്രൈ ചെയ്യും. കർത്താവിനറിയാം, വരുമ്പോ അറിയാം.
എങ്ങനെയുണ്ട്? നല്ലതാണല്ലേ? സൂപ്പാണത്. ബാത്റൂമിൽ ഇടയ്ക്ക് ചോക്കിട്ടുണ്ട്. ഡിംസിന്ന് എല്ലാവർക്കും പകർത്താം. അല്ല ഇതിലേക്ക് ഇട്ടാ മതി. ഇതിനകത്ത് കിട്ടാതെ ഇതിലേക്ക് സൂപ്പ് ബൗളാണത്. അതെ, അല്ലെന്ന് അത് സൂപ്പ് ബൗൾ. അവിടെ ചെന്നത് നോക്കണി. മമ്മിക്ക് എടുത്തേറ്റേ? ഒരു ഫ്രൈഡ് റൈസ് കൂടെ പറഞ്ഞു. എന്നെ ഒരു ബൗൾ എനിക്ക് എടുത്തരാം മോന. എനിക്കിത് പിടിക്കാൻ വലിയ വശമില്ല. എന്നാലും മോമോസ് അല്ല മമ്മി, ഡിംസിം. ഡിംസിം ഡിംസിം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ മമ്മി? നല്ലതല്ലേ അത്? പൈസ കൊടുത്ത് കടിക്കണം. ഇതും മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഏതാണല്ലേ പൊടി യൂസാറോ? അത് ആദ്യമേ കഴിച്ചേക്കാണ്. ഞാനും കഴിച്ചതാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് മമ്മി? ബീഫ് എങ്ങനെയുണ്ട്? നമ്മുടെ കറിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ പക്ഷെ അല്ലെങ്കിൽ നല്ലതല്ലേ? ഒരുപാട് കഴിച്ചോണ്ടിരിക്കണം. ഇച്ചിരി റൈസും ചിക്കനും എടുത്തു. നമ്മളോട് ഗാർലിക് ചിക്കനും ഓർഡർ ചെയ്ത്, പിന്നെ എന്നിട്ടോ സാലഡ്, ബീഫ് ഓർഡർ ചെയ്ത്, സൂപ്പ്, ഫ്രൈഡ് റൈസ്. വേറെ ഫ്രൈഡ് റൈസ് കൂടെ ഓർഡർ ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. ഇതേതാണ് ഓഫീസിന്റെ എൻട്രൻസ്. നമ്മള് ഷാനോന്റെ ഓഫീസ് കാണാൻ വേണ്ടി പോകണം. പക്ഷെ ഇച്ചിരി മഴയുണ്ട്. അടുത്ത് എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവിടെ 3 പാർക്കിംഗ് ഉണ്ട്. MD നിൽക്കണ ഇവന് പൊന്നിന് ഒരു പ്രാവശ്യം സർപ്രൈസ് കൊടുത്തില്ലേ? അത് ഞാൻ ഇവിടെ വിളിച്ച് നിന്നാ സർപ്രൈസ് കൊടുത്തേ. അപ്പോഴാണ് പൊന്ന് പറയണേ ഞാൻ വീട്ടിലെത്തിന്ന് പറഞ്ഞ പൊന്ന് എനിക്ക് സർപ്രൈസ് തന്നാ. ഒന്ന് ഓർക്കണ്ടേ ഞാൻ നടന്നു വന്നത് 1.5 മണിക്കൂർ. ഫുഡ് കൊടുക്കാനല്ല, അല്ലാണ്ട് നടന്നു വന്നില്ലേ വെറുതെ സർപ്രൈസ് ആയിട്ട്. അന്ന് ഇവിടെ വിളിച്ച് നിന്ന് അല്ല അപ്പൊ പൊന്നോട് പറഞ്ഞു പൊന്ന് എവിടെയാന്ന് പറഞ്ഞു. എവിടെയാന്ന്? വീട്ടിലാന്ന്. പൊന്നെ എനിക്ക് സർപ്രൈസ് തരാൻ വീട്ടിലേക്ക് പോയി. ഞാൻ ഇവന് സർപ്രൈസ് കൊടുക്കാൻ ഇങ്ങോട്ട് വന്നു. ലിഫ്റ്റിലാ പോണേ. അല്ല നിങ്ങൾ പുതിയ ഓഫീസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നെ ഇവിടെ ഇല്ലല്ലോ ഓഫീസ്. ഇനി ടോയ്ലറ്റ് ആണോ? നേരെ ജെൻസിന്റെ ടോയ്ലറ്റ്. അതൊക്കെ ഓപ്പൺ ആണല്ലോ. ദേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോണേ. ഓഫീസിന്റെ പുറത്തുള്ള വ്യൂ. അല്ലേ ലേഡീസ് ടോയ്ലറ്റ് അല്ലേ? വലത്തേക്കാലോ വെച്ച് കയറാൻ പോണം. ഓഫീസാണ്. മമ്മിക്ക് പൊന്നിന്റെ കമ്പ്യൂട്ടർ ഏതാന്ന് പറയാൻ പറ്റുമോ? പൊന്നിന്റെ ടേബിൾ ഏതാന്ന്? എനി ഗസ്സസ്? മമ്മി സൈലന്റ് ആയി പോയല്ല. ഇത് ആ ഗേൾസിന്റെയാണ് ഫോട്ടോസ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ഏതാന്നറിയോ ടേബിള്? ഏതായിരിക്കാനാണ് ചാൻസ്? മണി മൊത്തം വട്ടം ചുറ്റി കറങ്ങിക്കോ, അപ്പൊ കാണാൻ പറ്റും. ഇതുള്ളൂ. അതിക്കൂടെ പോരെ, അതിക്കൂടെ കയറി പോരെ, അപ്പൊ ഏതാന്ന് മനസ്സിലാവും. മിനി ഫ്രിഡ്ജ്
ഏതോ മമ്മി ഏത് ടെമ്പിളാ? മമ്മി മറ്റേ ഇൻസ്പെക്ട് ചെയ്യണ ആൾക്കാരെ പോലെ നടക്കാണ്. ഏതോ മമ്മി ഒരു പിടിയും കിട്ടല്ലേ മമ്മിക്ക്? അതെങ്ങനെയാണ് അതാണെന്ന് ചോദിച്ചേ? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണാ? കൊറേ പേപ്പർ ഉള്ളോണ്ടാണാ? മമ്മി ആ സാധനം ഞാൻ വരച്ചതാണ്. അതെടുത്തു നോക്കി മമ്മി. ശരിക്കും ഞാനടുത്ത് മമ്മി അതുകൊണ്ടാ പറയണേന്ന്. ഇത് മമ്മിക്ക് ഓർമ്മയില്ലേ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചു കൊടുത്തത്? എങ്ങനെ ഒപ്പിച്ച് ഇത്രയും കമ്പ്യൂട്ടർ ഉണ്ടായിട്ട് കറക്റ്റ് ആയിട്ട് വെറുതെ പറഞ്ഞതാ? അല്ല മാതാവ് ഗണീഷൊക്കെ ഇരിപ്പുണ്ടായില്ല അവിടെ? മാതാവും ഔസേപിതാവും ഇതൊക്കെ ഇരിക്കണു. ഞാനടുത്ത് മമ്മി ഇതുള്ളോണ്ടാ പറഞ്ഞേന്ന്. അത് കൊള്ളാം. ഇത്രയും കമ്പ്യൂട്ടർ ആയിട്ട് മമ്മി പേപ്പർ ഉള്ളത് അതാണെന്നും പറഞ്ഞുകൊണ്ട് ഫിക്സ് ചെയ്തത്. കറക്റ്റ് ആൻസർ. ബോസും മാർക്കിന്റെ പിള്ളേര് വരച്ച ഡ്രോയിങ്സ് തന്നതിന്. ഇത് മറ്റേതാണല്ലോ നമ്മുടെ കയ്യിലുള്ള പോലത്തെ, നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പോലത്തെ. അത് കൊള്ളാം. കളേഴ്സ് ഇത് മാറി വരും. വേറെ ഫോട്ടോസ് ഉണ്ടപ്പേ. അതന്നെ. എന്താണ് മമ്മിയുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി? എങ്ങനെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തല്ലേ? ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കൺഫ്യൂസ്ഡ് അബൌട്ട് SSL. ഇപ്പഴാണ്ട് കണ്ടേ എല്ലാവരും ഉണ്ട്. പൊന്നു നോക്കി, പൊന്നു മാത്രം ഇതാണ് ഒട്ടിച്ചു പറഞ്ഞേ. അത് കളിക്കി. ഒരു കൊരങ്ങൻ ചേട്ടനെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കെന്നാ ഇറങ്ങാന്ന് അവിടുന്ന്. ഫൈനലി നമ്മളങ്ങനെ ഒരു ഓഫീസും കാണാൻ പറ്റത്തില്ല. എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇവര് പിന്നെ നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നതാണല്ലോ നാട്ടില്. അപ്പൊ നമ്മുടെ അടുത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു ഓഫീസ്. മമ്മി പേടിച്ചു. കാണിക്കണം. മമ്മി പേടിച്ചു. ഒരു ഇട്ടുകാലി ചേച്ചി ഉണ്ടായിരുന്നെങ്കി പോടിയാലേ. അങ്ങോട്ട് നീങ്ങി നോക്ക്, അപ്പഴാണ് മനസ്സിലാവുള്ളൂ. മുഡ തന്നെയാണോ നോക്ക്. പറഞ്ഞ മമ്മി പൗ മമ്മി. നമ്മളപ്പോ അവരുടെ ബാക്കിൽ, ഓഫീസിന്റെ ബാക്കിലുള്ള ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷെ അതൊരു മഴ ആയതുകൊണ്ട് ഭയങ്കര മൂടിയാണ് ഇരിക്കണേ. മഴ പൊടിയാനുണ്ട്. അത് ശരിയാ. അതൊരു പബ്ബാണ് മമ്മി. അതൊരു പബ്ബാണ്. അന്ന് വന്നപ്പോ അവിടെ പോയി ആ മൂലയ്ക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചേ. അന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ മമ്മി? അവിടെ അവിടെ ഇരുന്ന് കഴിച്ചത്. അവിടെ കാറ്റത്ത്. ഒരു ബ്ലാക്ക് അരയന്നുണ്ട്. ബ്ലാക്ക് നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് അരയന്നം. ഇവിടെയും വേറൊരു ബ്ലാക്ക് അരയന്നം ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിപ്പുണ്ട്. ഇതായിരുന്നു നമ്മുടെ മെയിൻ. ഇത് ലൈക്ക് ഫുഡും കഴിക്കണം. എവിടെയാ അവിടെ ഓഫീസിലും വന്ന് കാണണമെന്ന് 2 എണ്ണം കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് എന്താ പരിപാടി ചെയ്യാൻ പോണെന്ന് അറിയാൻ പാടില്ല. ലിസ്റ്റിലുള്ള പരിപാടീസൊക്കെ കഴിഞ്ഞു. മെയ്തവേ ഞാൻ തന്നെ ഇച്ചിരി നെയിൽ പോളിഷ് ഇട്ടായിരുന്നു. വെറുതെ ഇൻസ്റ്റയിൽ കണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനും ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കാനും. അതുപോലെ വെറുതെ ഒന്ന് ചെയ്യും. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് വലിയ അങ്ങോട്ട് ഇങ്ങോട്ട് വരച്ചാൽ മതി. സോ സിമ്പിളാണ്. ഓ മൈ ഗോഡ്, ഞാനൊരു പെണ്ണിനെ പ്രണയിച്ച് പോയി. ഇതന്നെ എൻ്റെ വയലിൽ തന്നെ. അവർ അവിടെ നടക്കാണ്.
തുമ്മലൊക്കെ ഉള്ളതോടെ ഞാൻ തരുകയുള്ളൂ. മുണ്ടൂട്ടോട്ടോടെ നടക്കാൻ മുണ്ടല്ല പപ്പയുടെ കുട്ടിയാണ്, എന്നാലും നടക്കട്ടെ. നമ്മളപ്പ മറ്റേ ഭയങ്കര ഒരു ഫാൻസി സീ ഫുഡ് മാർക്കറ്റ് വന്നേക്കണം. നമ്മൾ ഇവിടെ അല്ല ഉദ്ദേശിച്ചത്, പക്ഷെ വന്നപ്പോ പോയ വഴി ഇത് കണ്ടപ്പോ ഇവിടെ ഇറങ്ങിയതാണ്. ഇനി ഇത് കഴിക്കണ സീ ഫുഡാണോ, ഐ മീൻ തിന്നണതാണോ, പച്ചയാണോ വേവിച്ചതാണോ എന്ന് കർത്താവിനറിയാം. അല്ല അതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഇരിപ്പുണ്ട്, അപ്പൊ കുഴപ്പമില്ല. അല്ല പിന്നെ ഫ്രഷ് അല്ലേ ഇത്, ഫ്രഷ് അല്ലേ ഇത്? $69. ലോബ്സ്റ്റർ, സാമണോ, മറ്റേത് കുറച്ചുണ്ടാവില്ല അല്ലേ? നീ നന്നാക്കോ, നീ നന്നാക്കി കൊടുക്കണം മമ്മിക്ക്. അത് വേണ്ട, പൊന്നു നന്നാക്കിക്കോളും. പൊന്നു നന്നാക്കോ. അല്ല ഇത് ഭയങ്കര വലിയ കക്കയാണല്ലോ. കല്ലുമക്കായ ഞാൻ കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. അറിഞ്ഞൂടാ, ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനെയാന്ന് കാണിച്ചു തന്നാ ഞാൻ അവിടെ ഇരുന്ന് നന്നാക്കി തരാം. കാണിച്ചു തന്നെ എങ്ങനെയാ നന്നാക്കണ്ടേ. മമ്മി കഴിച്ചിട്ടുണ്ടാവോ കല്ലുമക്കായ? എനിക്കറിയാൻ പാടില്ല, നമുക്ക് യൂട്യൂബിൽ നോക്കാന്നാ. നമ്മൾ വിചാരിച്ച കല്ലുമക്കായാണ് ഓയിസ്റ്റർ. ഓയിസ്റ്റർ കല്ലുമക്കായ ആയിരുന്നില്ല ഗൈസ്. ഇതാണ് ഓയിസ്റ്റർ. നമ്മൾ വിചാരിച്ചു ഓയിസ്റ്റർ കല്ലുമക്കായ. അപ്പൊ ഓയിസ്റ്ററിന്റെ മലയാളം കിട്ടാ എവിടെ? ഞാനും ഓർത്ത് ജെല്ലി ഫിഷ് ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. ഗാർലിക് കിങ് പ്രോൺസ് ഇവിടെ ഇച്ചിരി അധികം കത്തിയാണ്. ബറാമണ്ടിയൊക്കെ $54 കിലോ. പച്ചമീൻ ഇത് കഴിക്കുന്നതാണ്, ഇത് തിന്നണതാ പച്ചക്ക്. പൊന്നിയും ചാള ഇഷ്ടല്ലേ? ഇച്ചിരി കത്തിയാണല്ലോ. ഇച്ചിരി അല്ല, ഭയങ്കര കത്തി. ബറാമണ്ടിക്കൊക്കെ 54 കിലോ. മമ്മി ഈ സാധനം ഇല്ലേ ഇതിനകത്ത് ആ നാരങ്ങയൊക്കെ ഒഴിച്ച ആ സോസ് കൂട്ടി കഴിക്കണേ. എന്നാലും കഴിക്കണം. നമ്മളപ്പോ ഒരു കക്കറച്ചി എടുക്കാന്ന് വിചാരിച്ചു. ഇത് $10. നമ്മളപ്പോ ഫിഷ് മേടിക്കാൻ പോണ വഴിക്കാണ് നമ്മൾ വിചാരിച്ചു. ഇവര് വന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ അടുത്തിട്ട് എന്താന്ന് ബോണ്ടി യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഓൾറെഡി ക്ലോസ്ഡ് ആണ്, പക്ഷെ പുറത്തുനിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നോക്കാം. നമ്മൾ പോകാൻ വേണ്ടി, നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു 3 മിനിറ്റ് അവിടെ ഉള്ളൂ. അവിടെ എഴുതി വെച്ചിട്ട് ബോണ്ടി യൂണിവേഴ്സിറ്റി. ബോണ്ടി യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ, ബോണ്ട് യൂണിവേഴ്സിറ്റിയാണ്. കാണാൻ പോണ വഴിയൊക്കെ. ഞാൻ ബോണ്ടി യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത്. ബോണ്ടായിരുന്നു ബോണ്ടി യൂണിവേഴ്സിറ്റി. നമ്മള് ഒരു ബോണ്ടി യൂണിവേഴ്സിറ്റിയുടെ അടുത്തെത്തി. നമ്മൾ അടുത്ത് കയറാൻ പറ്റില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാരോട് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. മൺഡേ ടു ഫ്രൈഡേ ലോഡിങ് സോൺ. അതെങ്കിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ബോണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ ഉണ്ട് കേട്ടോ, നല്ല വ്യൂ ഉണ്ടെന്ന് കാണാനായിട്ടുള്ളതുണ്ട്. കുറച്ച് നല്ല യൂണിവേഴ്സിറ്റിയാണ്. ജോലി എടുക്കാനായിട്ട് കാശെടുത്തത് കോളേജ് ഹയർ സ്റ്റഡിക്കൊക്കെ ഇവിടുത്തെ PR കിട്ടിയ ആൾക്കാരാണെങ്കിൽ അയാളുടെ മക്കൾക്കാണെങ്കിൽ പഠിക്കാം. പഠിച്ചിട്ട് ആദ്യത്തെ ഗവൺമെന്റ് തന്നെ കൊടുക്കും. നമ്മളിതേ അങ്ങനെ നമ്മളെ യൂണിവേഴ്സിറ്റി ഒന്ന് പുറത്തുനിന്ന് കണ്ടു. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റിയില്ല. ഞാനിപ്പോൾ
എപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ അൺഫോർച്ചുനേറ്റ്ലി ഇടയ്ക്കിടയ്ക്ക് വരണേന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. എന്താണോ മീൻ പോയി മേടിക്കണേക്കാളും കൂടുതൽ ഇഷ്ടം കഴിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ നാട്ടിൽ മീൻ മേടിക്കാനൊന്നും അധികം പോയിട്ടില്ല കേട്ടോ. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്തോ റിച്ചുവിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയി അങ്ങനെ ഫിഷ് മേടിച്ചായിരുന്നു എന്നല്ലാണ്ട് ഇതിനെപ്പറ്റി ഒരു വലിയൊരു ജ്ഞാനം എനിക്കില്ല. ബൈ ദ വേ നമുക്ക് കൂടുതൽ ഓപ്ഷൻസും കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പോയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അതുമല്ല അവിടെ കുറച്ച് പ്രൈസ് കുറച്ച് കത്തിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്, കുറച്ചല്ല കുറച്ചധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ സ്ഥിരം പോണ ബേർലി ഹട്ട്സിലുള്ള വേറൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് മേടിക്കാമെന്ന്. ഇവിടെയാണെങ്കിൽ കുറേ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പ്രൈസ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആണ് ഇവിടെ. നമ്മളിതേ അങ്ങനെ ഏത് മീൻ എടുക്കും എന്നുള്ള ഒരു ആലോചനയിൽ എല്ലാ മീനും ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു, ചുമ്മാ എല്ലാം ഒന്ന് കണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒക്ടോബസിനെ എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അതിൻ്റെ മുകളിലുള്ള കുഞ്ഞു റൗണ്ട് സംഭവങ്ങളൊക്കെ കൂടെ. ഓക്കെ, ബൈ ദ വേ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഏത് മീൻ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഏതോ 2 മീൻ എടുത്തായിരുന്നു കേട്ടോ, ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ബൈ ദ വേ മമ്മിയും പപ്പയൊക്കെ അടുത്ത ആഴ്ച തിരിച്ചു പോവാട്ടോ. പെട്ടെന്നാണ് 1 മാസം പോയത്. ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ചില സ്ഥലത്ത് മാത്രമാണ് എനിക്ക് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയത്. 2-3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയത് ഷോർട്ട് വീഡിയോസ് ആയിട്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു അടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രീ. ബൈ. അപ്പം എങ്ങനെയാ ഇനി നമുക്ക് ചൊവ്വാഴ്ച കാണാം കേട്ടോ.